വഖഫ് ബില്ലിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. ബിൽ ഭരണഘടനാ വിരുദ്ധമെന്ന് ഇന്ത്യ മുന്നണി ആരോപിച്ചു. ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ബില്ലാണെന്ന് വിമർശിച്ച KC വേണുഗോപാൽ MP രാമക്ഷേത്രത്തിലും ഗുരുവായൂരിലും ഭരണസമിതിയിൽ അഹിന്ദുക്കളെ അംഗങ്ങളാക്കുമോ എന്നും ചോദിച്ചു. ഭരണഘടനയുടെ പരസ്യമായ ലംഘനമാണ് ബില്ലെന്ന് ET മുഹമ്മദ് ബഷീർ MP കുറ്റപ്പെടുത്തി. വഖഫ് ബോർഡ് ഇല്ലാതാക്കാനുള്ള നീക്കമാണെന്ന് K രാധാകൃഷ്ണനും പറഞ്ഞു. Whether anybody can think that a non-Hindu be the part of Ayodhya Mandir? Sir, we are believing in, sir, I told that. Guruvayur temple, there is a temple Devaswam board. Anybody can believe that that temple Devaswam board can have non-Hindu? Your fundamental idea is to create conflict and create the anger between the communities and make violence everywhere. This provision, anybody, non-Muslims also be part of Waqf Council, is directly an attack on the faith and freedom of religion. Directly. Sir. The very presentation of this bill is a clear violation of the Constitution. It is a violation of the fundamental right enshrined in our Constitution. This bill is ill-motivated, sir. You have got dirty agenda with you. Yes. എന്നാൽ നിയമഭേദഗതി മുസ്ലിം വിരുദ്ധമല്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. വഖഫ് ബോർഡ് ആരാധനാലയമല്ലെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് മറുപടി നൽകി. ആദിൽ പാലോടാണ് വിവരങ്ങളുമായി ചേരുന്നത് ദില്ലിയിൽ നിന്ന്. ആദിൽ, രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. മുസ്ലിം ലീഗിനൊപ്പം കോൺഗ്രസ് വിഷയം ഏറ്റെടുക്കുന്നു. പ്രതിപക്ഷം ഇന്ത്യ മുന്നണി ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്ത് രംഗത്ത് വരുമ്പോൾ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധം ഉണ്ടാകുന്നത്? നിലവിലെ ചർച്ച ഏത് വിധത്തിൽ? അനിവാര്യമായ നിയമ ഭേദഗതിയാണ് വഖഫ് നിയമത്തിൽ കൊണ്ടുവരുന്നത് എന്നാണ് കേന്ദ്രം വിശദീകരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ JDU അടക്കമുള്ള ഘടകകക്ഷികളും NDAയുടെ ഘടകകക്ഷികളും ബില്ലിനെ അനുകൂലിച്ച് പാർലമെന്റിൽ തന്നെ, ലോക്സഭയിൽ തന്നെ രംഗത്തെത്തുന്ന പശ്ചാത്തലവുമുണ്ട്. വിവാദമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ ബില്ല്, വഖഫ് ഭേദഗതി ബിൽ 1995 നിയമത്തിൽ 44 ഭേദഗതികൾ വരുത്തുന്ന ബില്ലാണിത്. ബില്ല് 1 മണിയോടെ തന്നെ ലോക്സഭയിൽ വെച്ചു ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി. പിന്നാലെ KC വേണുഗോപാൽ അടക്കമുള്ളവർ അതിരൂക്ഷ ഭാഷയിലാണ് ബില്ലിനെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. പ്രധാനമായും ബില്ലിൽ 2 അമുസ്ലിമീങ്ങൾ ചുരുങ്ങിയത് ഉണ്ടായിരിക്കണം വഖഫ് ബോർഡുകളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ. 2 വനിതകൾ ഉണ്ടാകണം തുടങ്ങി വിവാദമായ പല നിർദ്ദേശങ്ങളും ബില്ലിലുണ്ട്. ഈ 2 അമുസ്ലിങ്ങൾ വേണമെന്ന നിർദ്ദേശം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതിനുദാഹരിച്ചുകൊണ്ട് വേണുഗോപാൽ തന്നെ പറഞ്ഞത്, രാമക്ഷേത്രത്തിലും, അയോധ്യയിലെ രാമക്ഷേത്രത്തിലും ഗുരുവായൂരടക്കമുള്ള ക്ഷേത്രങ്ങളിലും അവിടുത്തെ ഭരണസമിതികളിൽ അഹിന്ദുക്കളെ ഉൾപ്പെടുത്താൻ കഴിയുമോ, അതിനെക്കുറിച്ച് ചിന്തിക്കാനാകുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതുകൊണ്ട് തന്നെ മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് രാജ്യത്തെ ഭിന്നിപ്പിക്കാനും മതങ്ങൾക്കിടയിൽ വൈര്യം വളർത്താനുമാണ് കേന്ദ്രം ശ്രമിക്കുന്നത് എന്നായിരുന്നു KC വേണുഗോപാലിന്റെ വിമർശനം. രാവിലെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ബില്ലിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്നും കോൺഗ്രസ് MPമാരോട് നിർദ്ദേശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് KC വേണുഗോപാലിന്റെ പ്രതികരണവും വരുന്നത്. മുസ്ലിം ലീഗ് MP ET മുഹമ്മദ് ബഷീർ അടക്കമുള്ളവരും K രാധാകൃഷ്ണൻ അടക്കമുള്ളവരും തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസാരിച്ചു. ഒപ്പം ഈ ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടൊരു വിശദമായ ചർച്ചയിലേക്ക് കേന്ദ്രം കടക്കുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. ഇന്ന് ലോക്സഭയിലും നാളെ രാജ്യസഭയിലും ബില്ല് പാസ്സാക്കിയതൊരു നിയമത്തിലേക്ക് പോകുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. വിവാദമായ പല നിർദ്ദേശങ്ങളും ഈ ബില്ലിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പ്രതിപക്ഷം ശക്തമായി വിമർശനം ഉന്നയിക്കുന്നത്. 2 അമുസ്ലിമീങ്ങൾ ഈ ബോർഡുകൾ കൗൺസിലൊക്കെ വേണം എന്നുള്ള നിർദ്ദേശം. ഒപ്പം സാധാരണഗതിയിൽ ഈ ബോർഡുകളിലേക്കുള്ള അംഗങ്ങളിൽ 6 പേർ സ്ഥാനമേൽക്കുന്നത് തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി പൂർണ്ണമായും മുഴുവൻ ആളുകളെയും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനും നേരിട്ട് നോമിനേറ്റ് ചെയ്യാനാകുന്ന സ്ഥിതിയിലേക്ക് മാറും. വഖഫ് ബോർഡുകളുടെ അധികാരം കുറയും. വഖഫ് സ്വത്തുക്കളുടെ ഇടപാടുകളിൽ നേരിട്ട് ഇടപെടാൻ ജില്ലാ കളക്ടർമാർക്ക് സവിശേഷ അധികാരം ലഭിക്കും. അതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ സർക്കാരിൻ്റെ കയ്യിലേക്ക് വഖഫ് ബോർഡിനെ കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അത് മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം. ഇപ്പോഴും ലോക്സഭയിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഒപ്പം ഈ ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യവും പ്രതിപക്ഷം